ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. കപ്പ. ആ നീ അതിന് നേരത്തെ പോകാനോ? ഇനിയുണ്ടോ? എന്നാ വരുന്ന മുട്ടായൊന്നുമില്ല. ചുമ പോയോ? ചുമക്ക് മരുന്ന് വേണോ? പോയടി. ചുണ്ട് കണ്ടോ? മണ്ണ് പോയി അവിടെ വെച്ചേക്ക, ഞാൻ കഴിക്കോളാം. കപ്പയാവണം, കുളിപ്പിച്ച് പതിയെ കഴിക്കുക. നാളെ ക്ലാസ് കാണുമോ അറിയത്തില്ലല്ലേ. തലയിടാൻ ബുഷ് എടുത്തായിരുന്നോ? തലയിലിടാൻ ബുഷ് എടുത്തോ? അവർ ഡേറ്റ് തന്നേക്കുന്ന ഇനി എന്നാ അടി പല്ലിൻ്റെ? നീരുണ്ട് കേട്ടോ. 30 വരെ. ഈ മാസം 30 ഞാൻ അടച്ചോളാം. ഈ മാസം 30 ആണോ? ഓ, അതിന് മുന്നേ പോകേണ്ടി വരും. പല്ലുവേദനയാ. കൊച്ചിൻ്റെ ഭാഗം മൊത്തം വേദനയാണെന്ന് പറഞ്ഞു. ഇനിയിപ്പം സ്കൂളിലും പോകണോണ്ട് ഇപ്പം എന്തായാലും ഒന്ന് പോകണം. അതിന് മുന്നേ ഡേറ്റ് നോക്കി നിന്നിട്ട് കാര്യമില്ല. എൻ്റെ പൊന്നെ കൂടെ ആ സാധനം എന്നെടുക്കുമോ നോക്കട്ടെ. ഭഗവാനറിയാം. കപ്പ വെന്തില്ലായിരുന്നു. ഞാൻ പിന്നെ മിക്സിക്കകത്തിട്ട് ഇച്ചിരി പീരയും കൂടെ, ഇച്ചിരി തേങ്ങാപ്പീരയും കൂടെ ഇട്ട് പെട്ടെന്ന് അങ്ങടിച്ചിട്ട് ശംഭുവിന് കൊടുത്തു. വേവ് ഇല്ലാത്ത കപ്പയാന്നും പറഞ്ഞിട്ടാ തന്നത്. വേണ്ട വേണ്ട, യൂണിഫോമിലാവും. അമ്മ തരാം. ഇത് ഉണ്ടായിരുന്നുള്ളൊരു വഴി. അവക്ക് തന്നെ കഴിക്കണമെന്ന് തന്നെ കഴിക്കാൻ സാധില്ല. ഇത് വെച്ചിട്ടുണ്ടല്ലോ. പെട്ടെന്ന് വന്നു, സമയം പോയി. റോഡൊക്കെ എല്ലാം തൂത്തൊക്കെ ഇട്ടു. അവളെ എഴുന്നേറ്റില്ലേ? അവൾ
ലിപ്സ്റ്റിക്കോ കൊള്ളാലോ. ലിപ്സ്റ്റിക്കെന്ന് എനിക്കറിയാവോ? നിനക്കറിയത്തില്ലേ? എനിക്കറിയത്തില്ല. പോടാ പറ പറ പറ. സമയം പോയി. രാജേട്ടൻ എന്തി ഉണ്ടോ? ഇപ്പൊ രാവിലെ സ്കൂളിൽ പോകുന്നില്ലേ മരുന്ന്? വരാം. മാരാണിയൊക്കെ നേരത്തെ പോയി. അങ്ങോട്ടാടി തിരിഞ്ഞു നോക്കുന്ന ആരെയാ നിനക്ക്? അവിടെ നോക്കി ഇന്ന് മൊത്തം മഞ്ഞ കാണാനില്ല, മലയില്ല. ബോണ്ടേ? ആ മണോ? മഞ്ഞ കണ്ടോ? ബോണ്ട ഉണ്ടാക്കുന്നതായിരിക്കും. എന്ത് പരിപാടിക്കും? വാ നോക്കാം. പോയാൽ നിർത്തില്ലോ, സമയം പോയില്ല. വരുമോ? ആ നമ്മള് സമയം പോയാ താമസിച്ചോ? മഞ്ഞ ആരാണ്? നമുക്ക് പൂക്കളൊക്കെ കാണാതെ. എവിടെ? ഇവിടെ എനിക്കിപ്പം വീഡിയോ എടുക്കാനുണ്ട്. കാറ് കിടക്കുന്നുണ്ട് ഇവിടെ. താങ്ങാൻ്റെ ഇത് അതില്ലേ? ഇല്ല. കാറുള്ള അതാ. വാ. വെള്ളക്കാറാ? എന്ത് വെള്ളക്കാറ്? ഇപ്പൊ കിടക്കുന്നതാണ്. അത് നല്ലതല്ല, ചാര. ചാരക്കാർ വെള്ളയല്ലടി. ഇപ്പം വണ്ടി വരും. അവിടെ വന്നോ? വരും. തക്കുളു ആ എന്ത്? ബസ് വരും. ബസ് വരട്ടെ, അപ്പോൾ വരും. ചോറുണ്ടോ? പൊക്കോട്ടെ, നേരം പോയില്ലേ? ആ വണ്ടി വരും. നല്ല മഞ്ഞുണ്ട് മൊത്തത്തിൽ. മഴ നിന്ന് കഴിയുമ്പോഴാണ് സാധാരണ മഞ്ഞ്. ആ ബാ, ബസ് വരുന്നുണ്ട്. ബാ ബാ.
ഇവിടെയാണ് ഷെബിയുടെ വീട്. അപ്പം നമ്മളിവിടെ പണിയായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ട് വയറിങ്ങും പരിപാടിയൊക്കെ സ്വന്തം ആവശ്യത്തിനുള്ള വീട്ടിലൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഞാനല്ലാതെ ഒരു വീടിൻ്റെ വയറിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. അതിനെക്കുറിച്ച് വലിയ അങ്ങനെ ഐഡിയ ഇല്ലാന്നല്ല, നമ്മൾ ഐഡിയ ഉണ്ട്, പക്ഷെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ വെച്ച് ഷെബി വന്നു വെച്ച് എന്നോട് ചോദിച്ചു വയറിങ് ഉണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ എനിക്ക് അറിയത്തില്ലല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്താ. ആദ്യത്തെ ദിവസം വലിയ കാര്യമായിട്ടൊന്നും നടന്നില്ല, കുറച്ച് ചാനലൊക്കെ അടിച്ച് അങ്ങനെ ചെയ്തേ ഉള്ളൂ. രണ്ടാമത്തെ ദിവസം നമ്മൾ ഫുള്ള് 2 മുറി മൊത്തം വയർ ചെയ്ത് കണക്ഷൻ കൊടുത്തു. ഇനി ഒരു 2 മുറിയും കുറച്ചും കൂടെ കിടപ്പുണ്ട്, അത്രയും കൂടെ ചെയ്യാനുണ്ട്. രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഇന്നലെ പോയത്. ആ ഒരു സമയത്ത് ചെന്നാൽ ശാമ്പവ് വരുന്ന സമയം കൊണ്ട് തീർക്കാം, പക്ഷെ തീർന്നില്ല. എന്നിട്ട് ഇന്നലെ രാത്രി പോയി വീണ്ടും ചെയ്തിട്ട് ഒരു മുറി ബാക്കിയുണ്ടായിരുന്നെല്ലാം പെൻഡിങ് തീർത്തൊരു പരുവാക്കി. എന്നാലും പറ്റുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു കംപ്ലൈൻറ്റൊന്നും വന്നില്ല, കംപ്ലൈൻറ്റൊന്നും വരാൻ എററൊന്നും കാണിച്ചില്ല, ചെയ്തതെല്ലാം കറക്റ്റായിരുന്നു. ഇത്താൻ്റെ വിവരമൊന്നുമില്ല, അവൻ ഭയങ്കര ഉടായ്പാണല്ലോ. പിന്നെ അവൻ വിളിച്ചിട്ടുമില്ല. ചോദിച്ചോ എന്നിട്ടില്ല ചോദിച്ചേ ഓയ് ഫോൺ തന്നോട്ട്. എല്ലാവരും പോയി. ആരാണ്ട് നേരത്തെ പോയി, ശാമ്പവി ഇപ്പോൾ പോയി, ചേട്ടാ അമ്പലത്തിൽ പോയി. എനിക്കാണ് ഇവിടെ പണികളുണ്ട്. ചായക്കട പഴക്കൊല തൂങ്ങിക്കിടക്കുന്ന പോലെ. നെക്സ്റ്റ് കപ്പ വെച്ച് ശാമ്പവി പോകാൻ നേരത്തെ കപ്പ ആയിട്ടില്ല, പിന്നെ മിക്സിക്കകത്തൊക്കെ ഇട്ട് അരച്ച് കൊടുത്തു. അപ്പോൾ വേവ് കുറവാണെന്ന് വിചാരിച്ച് കഞ്ഞിയിട്ട് കുറച്ച് പണിയുണ്ട്. 2-3 ദിവസമായിട്ട് ഇവിടെ ഇല്ലല്ലോ, പോക്കായതുകൊണ്ട് കുറച്ച് പരിപാടികളുണ്ട്. തൂത്തൊക്കെ വാരണം, തുണിയൊക്കെ അടുക്കി വെക്കണം, കുറേ പണിയുണ്ട്. ഇന്നൊരിടത്തും പോകണ്ടെന്ന് തോന്നുന്നു, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. സമയം കിട്ടുവാണെങ്കിൽ അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം അയ്യോ വീട്ടിലങ്ങ് കിടക്കുന്നുണ്ടോ വന്നോ. എന്തുവാണിത്? പൂരം കഴിഞ്ഞിട്ട് പൂരപ്പറമ്പ് പോലെ. ആഹാ, അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പറയണ്ടേ? അടിപൊളി. ഇപ്പം നടന്ന പോലുള്ള മോശം കർമ്മങ്ങളൊന്നും ചെയ്യാമെന്ന് നമുക്ക് ആഗ്രഹമുള്ളതല്ല, നമുക്കങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. പക്ഷെ ആളുകൾ നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്ന തരത്തിൽ നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ ആ സഹായം നേരെ തിരിഞ്ഞു വന്നിട്ട് നമ്മളൊരു ദുഷ്കർമ്മം ചെയ്യുന്നതിലോട്ട് വരും.
അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത, നമുക്ക് അങ്ങനെയൊന്നും ആൾക്കാരോട് പെരുമാറണമെന്നോ അങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള മോശം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരിക. പിന്നെ നമ്മൾ ആ മോശം കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് അവരുടെ കർമ്മത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് അവർക്ക് കിടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അത് നമ്മളതിനകത്ത് ഇടപെട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ അതും മോശമായിട്ട് വരും. അതുകൊണ്ട് നമ്മളതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കുരുക്കിനകത്ത് പെടുക ചെയ്യുന്നത്. ഒരു സഹായം ചെയ്യാൻ പോകുന്നതാണ്. ആ പുള്ളിയോട് നമ്മളിനി ഒരു നീതി കാണിച്ചെന്ന് വെച്ചാൽ അത് നീതിയാവത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അനീതി ചെയ്ത ഒരുപാട് പേരുണ്ട്. അവരിൽ ഒരാൾ മാത്രമാണ് നമ്മൾ. അവർക്കാർക്കും ഒരുപക്ഷെ ആ പുള്ളിക്ക് തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ വരികയും പുള്ളി ഇവർക്ക് ഇത് അനുഭവിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്കൊക്കെ പറ്റുന്ന പരിപാടി. നമുക്ക് ചിലപ്പം നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ ചെയ്യിക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ചെയ്യാതെ രക്ഷപ്പെടുന്നതും ശരിയായ ഒന്നായിരിക്കത്തില്ല. അതുകൊണ്ടിത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതി ഒരു ശാന്തമായ രീതി ചെയ്ത് അവസാനിപ്പിക്കണം. ആ ഫോൺ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് പൈസ വേണ്ടെന്ന് പറയുകയാണ്, അങ്ങനെ പറയാനാണ് മനസ്സ് പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് ഈ പുള്ളിക്ക് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി ആയിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊരു 2 ദിവസം നോക്കാം. ഹലോ, എന്നാണ്ട് ആണോ? ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു. ഇവിടെ പറഞ്ഞത് ആ എവിടെയാ? വിളിച്ചു പറയുന്ന പറ്റിയാ ആണോ? ഇതന്നെ എവിടെ നിന്ന് വരുന്നേ? ഇതിൽ നടന്നു വരുമോ? അപ്പോൾ അവിടെയാണോ? കിച്ചമ്പാറ വരെ പോകണ്ട, നമ്മൾ 34 പേരല്ലേ കഴിഞ്ഞ പോയെ, അതിന്റെ ചാലം അങ്ങോട്ട് കയറി നടക്കണം. ഇതിലെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ താമസിക്കുന്നത്. ഇതിലൂടെ കയറി പോകണം. മുമ്പേ അവിടെ ഇല്ലായിരുന്നോ? മറ്റേ കുടിപ്പാലൊക്കെ അതിലെ അങ്ങോട്ട് മണ്ടലോട്ട് കയറുന്ന റോഡല്ലേ താമസിച്ചത് നിങ്ങൾ? അല്ല, ഞങ്ങൾ ആദ്യം ഇവിടെയായിരുന്നു. ഇത് നമ്മൾ കിച്ചമ്പാറയുടെ ഇപ്പുറത്ത് വരും. ഇത് ഞങ്ങൾ താമസിക്കുക മേളില്. ഞാൻ ഓർക്കുന്നത് നമ്മള് കിച്ചമ്പാറ റോഡ് അങ്ങോട്ട് കയറിയിട്ട് നിങ്ങൾ അകത്തോട്ടുള്ള റോഡ് അങ്ങ് കയറി അതിലെ കയറി പോയാൽ ഇവിടെ വരാം. കുറച്ചങ്ങ് പോകണം. അവിടെ ചെല്ലും. നിങ്ങളുടെ വീടിൻ്റെയൊക്കെ പുറത്ത്. ആ ശരി ശരി. ഫോൺ തന്ന ടീം വിളിച്ചിപ്പം താഴോട്ടൊന്ന് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. രാവിലെ ഫോൺ എടുത്ത് വന്നിട്ട് പറഞ്ഞു കൊണ്ടുപോയി, ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ബലം പിടിച്ചൊന്നും അല്ല കാര്യം പറഞ്ഞ. പക്ഷെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ലോണിന് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പേപ്പറിൻ്റെ അറിവില്ല. 10 മണി ആകുമ്പോൾ അതുകൊണ്ട് കാണിക്കണം. അതാ ഞാൻ വൈകിട്ട് വരാവേ. അത് കുഴപ്പമില്ല. 100 രൂപ അന്നില്ലാലും കുഴപ്പമില്ല. വൈകിട്ട് വരണം. അത് കുഴപ്പമില്ല, വേണ്ട. അതല്ല, ഞാൻ വൈകിട്ട് വന്നേക്കാം.
ഉള്ള ഫോണൊക്കെ നമ്മുടെ ഇരിക്കുമ്പോൾ നമുക്കെന്ത് ബുദ്ധിമുട്ടായിരുന്നു. ഇന്നാൾ മേടിച്ചുകൊണ്ട് പോയല്ലോ, രക്ഷപ്പെട്ട്. പൈസ തന്ന് 100 രൂപയുടെ കുറവേ ഉള്ളൂ. മറ്റേ ടീമേ രാവിലെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ചുമ്മാ കയറി അവൻ്റെ വീട്ടിൽ. പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ചിലപ്പോൾ ഇല്ലായിരുന്നല്ലോ, അവൻ മിനിയാന്ന് തരാമെന്ന് പറഞ്ഞല്ലേ. ഞാൻ ചുമ്മാ കിടന്ന് ഉറങ്ങിയിരുന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വെച്ച് പറഞ്ഞാണ് തരാമെന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു പോലുമില്ല. എന്നിട്ട് അവൻ തന്നില്ല. അപ്പം ഞാൻ ചെയ്യുന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു, ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ പോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ ചെന്ന് എന്നാൽ ഇന്നും കൂടെ ഒന്ന് കയറിയേക്കാന്ന് ഓർത്തുകൊണ്ട് കയറിയത്. അപ്പോൾ അവിടെ ഞാൻ ഒന്നും എഴുന്നേറ്റിട്ടില്ല. ഞാൻ എഴുന്നേറ്റിട്ട് ആ ഫോൺ വീട്ടുകാരൊന്നും ഇല്ല, അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവൻ ആ ഫോൺ എടുത്തിട്ടേ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഫോൺ കൊണ്ടുപോയി, ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അതാ ഇപ്പം വിളിച്ചപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് കൊടുത്തു ഫോൺ. 100 രൂപയിൽ അല്ല, ഫോണില്ലെന്ന്, ഫോൺ തിരിച്ചു കൊടുത്ത്. എന്നിട്ട് എന്നാ 100 രൂപ കുറവാണ്, ഞാൻ ബൈറ്റ് ഇട്ടേക്കാന്നൊക്കെ പറ്റുന്നു. അതൊക്കെ നമുക്കറിയത്തില്ല. പിന്നെ ഞാൻ പറയും 100 രൂപ വേണ്ട, 100 രൂപ അന്നില്ലേലും കുഴപ്പമില്ല, പൊക്കോളാം. ഈ എന്നെ ചെയ്യുമെന്ന് പറയാം. ഒരു ഉപകാരം ചെയ്യാൻ നോക്കുമ്പോഴേ വരുന്ന വള്ളികളെ. നമുക്ക് അതിന് മാത്രം ഉണ്ടാൻ വേണ്ടില്ല. നമ്മളൊരു തരത്തിലാണ് പോകുന്നത്. രാവിലെ വന്നല്ലോ, വീഡിയോ ഒക്കെ എടുക്കുന്ന നാണമാണെന്ന് തോന്നുന്നു, കാണാനില്ലായിരുന്നു. വൈകിട്ട് ഞാൻ വന്നപ്പോൾ കണ്ടില്ല. രാവിലെ ഇപ്പം കയറി വന്നതാണ്. ഉച്ചയ്ക്ക് വരുമോ? ഉച്ചയ്ക്കൊന്നും വരത്തില്ല, വൈകിട്ടൊക്കെ ഉള്ളൂ. ഇവന് വൈകിട്ട് വരുള്ളൂ. നീ വല്ല എന്നേലൊക്കെ വീഡിയോ എടുക്കും. കുറേ എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ, അതിന് മറുപടി പറയുക. പിന്നെ ഞാനവിടെ ഉറങ്ങാൻ പോവാ. ഉറങ്ങി എഴുന്നേക്കല്ലോ എപ്പോഴും. നീ വന്ന് ചേട്ടാ വന്നു കഴിഞ്ഞാൽ എളുക്കുള്ളൂ. നാരായണീനെ തട്ട് വിളിക്കണം. അപ്പോൾ അത്യാവശ്യം എന്നേലൊക്കെ എടുത്ത് വെക്കുക. ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല, ഞാൻ നമ്മുടെ പണിയാണ്. പിന്നെ ആശുപത്രിയിലെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്, അതിനൊക്കെ മറുപടി പറ. ഓക്കെ. സിംബാടെ ചങ്ങലയും തുടലും എല്ലാം ഒന്ന് സ്ട്രോങ് ആക്കി. കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കുക, ഭയങ്കര അലമ്പാണ്. ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നേ വയറിങ്ങിൻ്റെ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി താമസിച്ച് അതെല്ലാം എടുക്കട്ടെ എന്ന് വെച്ചിട്ട് വൈകിട്ട് വരുമ്പം താമസിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇച്ചിരി താമസിച്ചിറങ്ങി. എൻ്റെ എഡിറ്റിങ്ങും പരിപാടികളും ഒക്കെ തീർക്കാനും ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുവിധം 90% തീർത്തും. ഇപ്പോൾ ചെറിയ പരിപാടികളുള്ളൂ. നല്ല ഞാൻ തന്നെ വിളുന്നു. ചേട്ടാ വർക്കിൽ പോയി, പിള്ളേരും പോയി, മോൻ തന്നെ. 1 PM. 1 മണിയായി. ചോറുണ്ടു, TV കാണുന്നു, വേറെന്താ, വേറെ ഒന്നുമില്ല. ചേട്ടാ പറഞ്ഞു നീ വീഡിയോ ഒക്കെ എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടൊക്കെ പോയി. ഞാൻ ആലോചിക്കായിരുന്നു എന്താ വീഡിയോ എടുക്കുന്നേ, ഒന്നും വീഡിയോ എടുക്കാനില്ല. ഒരാളും കൂടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് അവരുമായിട്ട് പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഷാമ്പൂ മതി, കണ്ടന്റ് ഇഷ്ടം പോലെ ആവും. പക്ഷെ ഞാൻ മാത്രം എന്നോ ചെയ്യാനാ. എന്തായാലും പോയി TV കാണണ്ടേ.
സിംഹം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇട്ടും പൊട്ടിച്ചൊന്നും പോയെന്നറിയത്തില്ലല്ലോ. പുതിയ തുടലൊക്കെ ഇട്ട് പുതിയ കൊളുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. എത്രമാത്രം സക്സസ് ആയി നോക്കാമല്ലോ. ചേച്ചിപ്പെണ്ണ് ഇവിടെ ചേട്ടൻ ഇവിടെ ഉണ്ടോ? ആ എന്നാണോ എന്നാ ഉണ്ട് എന്നാ സുന്ദര 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 എന്നാ എന്നാ ആ കുറച്ച് മുമ്പല്ലേ നമ്മൾ അഴിച്ചു വിട്ടത്. ഒന്നുമില്ല, കയറി പൊക്കോ. കയറി പോടാ. എടാ ആ കണ്ടോടോ, കാല ചുറ്റി കണ്ടോ അഴിച്ചത് തന്നെ അഴിക്കാൻ പഠിച്ചേ. അത് കഴിക്കണം. കോഴിയൊക്കെ എന്തിയാടാ? നിനക്ക് ഇവളുമാരെയൊക്കെ നോക്കിക്കൂടെ? ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നാത്തും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആങ്ങളെ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു. വൈകുന്നേരത്തേക്കൊക്കെ ആവും. ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. 1 മാസത്തേക്ക് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം അതൊക്കെ ഫലവത്താവുമെന്നൊന്നും അറിയത്തില്ല. കാരണം പുള്ളിയുടെ സ്വഭാവത്തിന് പുള്ളി ഇറങ്ങിപ്പോവും. ഇതൊന്നും ഇറങ്ങണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെ പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോഴേക്കും അടങ്ങി സ്വന്തമായിട്ടെങ്കിലും നോക്കണം. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇച്ചിരി കൊച്ചു പിള്ളേരാണെങ്കിൽ ഓക്കെ. പക്ഷേ പ്രായമുള്ളവരെ എന്നൊക്കെ പറയുമ്പം അറിവുള്ളവരാണെങ്കിൽ അവർ തന്നെ സ്വന്തം ശരീരം ശ്രദ്ധിക്കണം. കുഞ്ഞു പിള്ളേരാണെങ്കിൽ വഴക്കൊക്കെ പറഞ്ഞ് ഇരുത്താൻ നോക്കാം. അപ്പം ഇങ്ങനൊരു സംഭവം കഴിഞ്ഞതാണെന്നുള്ള ചിന്ത അവർക്കും വേണം. ആ ചിന്ത വളരെയധികം കുറവ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരാളാണ് എൻ്റെ ആങ്ങള. കുറച്ച് കഴിയുമ്പോൾ പുള്ളി വീട്ടിലിറങ്ങും. പുള്ളിക്ക് വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നതിനോട് താല്പര്യമില്ല. എന്നാൽ ഇങ്ങനൊരു സംഭവം കഴിഞ്ഞു. കാരണം പുള്ളിക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല എത്രമാത്രം ഉണ്ടെന്നുള്ളത്. കാരണം എന്നാന്ന് വെച്ചാൽ അത് വെളിയിൽ നിൽക്കുന്നവർക്കായിരിക്കും അതിൻ്റെ കൂടുതലും മനസ്സിലാവുന്നേ. പുള്ളിയെ വേദന ശരിയാണ്, പുള്ളിക്ക് വേദന എടുത്ത് സംഭവങ്ങൾ ചെയ്തു എത്രമാത്രം എന്നുള്ളത് മറ്റുള്ളവർക്ക് വെളിയിൽ നിൽക്കുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. കാരണം അവരോടിയ ഓട്ടവും അവരുടെ അടിച്ച ടെൻഷനും ഒക്കെ പുള്ളിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പുള്ളിയുടെ ഭാര്യയാണേലും ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവൾ കഷ്ടപ്പാടിൻ്റെ നല്ല. പക്ഷെ ഇത് എന്താ ഇങ്ങനെയൊക്കെ അതിൻ്റെ എന്നാ പറയുന്നേ അതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ല. അത്ര തന്നെ എത്രമാത്രം ഉണ്ടെന്നുള്ളത് പുള്ളിക്കതൊരു കളിയായി. ഇത് ശ്രദ്ധിക്കണം. മരുന്നൊക്കെ മുടങ്ങാതെ കഴിക്കണം. അതൊക്കെ പിന്നെ അവളുണ്ടെങ്കിൽ പറഞ്ഞ് ജയിക്കും നോക്കാം. പക്ഷേ വെളിയിറങ്ങണ്ടെന്ന് നമ്മൾ പറയുന്നതിനൊരു പരിധിയില്ലേ. ഇന്നലെ തന്നെ പുള്ളി നടന്നങ്ങ് വെളിയിലോട്ടിറങ്ങി ചുമ്മാ അങ്ങ് വന്ന് വാർഡിലോട്ട് മാറ്റിയപ്പം ഇന്നലെ ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്നാ മണിയായി കാണിക്കുന്നെന്ന്. അതൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇവിടെ നിൽക്കുന്നവരെല്ലാം പല പല വണ്ടികളുടെ ചാർജിങ് കിടക്കുന്നുണ്ടോ സ്കൂട്ടർ?
ഒരെണ്ണം മതി, അത് രണ്ടും കത്തി കാണിച്ചു. ഓട്ടോമാറ്റിക് മാറ്റാൻ പറ്റുമോ? 4:18 ഉറങ്ങിപ്പോയി. നല്ല ഉറക്കച്ചുള്ളത് നല്ല ഉറങ്ങിപ്പോയി. പിള്ളേർ വരാറായി കാണുമല്ലോ, 4 മണി വരാറായി കാണും. ശാമ്പവി 6 മണിയായി. അതല്ല ഉറക്കം വരുന്നുണ്ടമ്മോ. നല്ല വഴിയുണ്ട്, കുഴപ്പമില്ല. നാരായണയും ശാമ്പുവും വരുമ്പോഴേക്കും ചോറ് ഇതെല്ലാം കൂടെ വയറ്റ് ചോറ് ഇട്ടൊരു ഉടായിപ്പ്, എന്താ പറയുക, എന്നാ കറിയത്, അല്ല എന്ത് ചോറാണ്, ഒരു ചോറ്, ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ചോറും കൂടെ ഇട്ട് കുറച്ച് മസാലയും ഒക്കെ ഇട്ട്, മസാലയില്ല എന്താ പറയുക, ഗരം മസാല ഇടണം ഒക്കെ ഇട്ടിട്ടൊരു ചോറ്. ഇവിടെ ഒരു പുതിയ അതിഥിയുണ്ട്, കണ്ടോണേ ഇവനിപ്പോൾ ഇവിടെ സ്ഥിരമാണ് ഇവൻ. എന്താണ് എന്നാ പറ്റിയടാ? ഊയി എന്നാ ചേട്ടൻ ഇന്നലെ ചോറൊക്കെ കൊടുത്തപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. എന്നാടാ? അപ്പോൾ ഒരു റൈസ്, ശാമ്പവി പറയുന്ന റൈസ് ഉണ്ടാക്കിയോന്ന് ചോദിക്കും. അതാണ് ഈ റൈസ്. ആ റൈസ് തക്കാളി റൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, അത്ര ഒരു റൈസ്. കഴിഞ്ഞ പ്രാവശ്യം എത്ര രൂപയായി? 5 രൂപ. ഇതെല്ലാം വില കൂടിയ സാധനങ്ങളാണ്. ഞാൻ ഓർത്തൊരു 5-6 രൂപ എത്തുള്ളൂ വിചാരിച്ചു. പൂച്ചയാണ്, ഒരു രക്ഷയില്ല. എനിക്ക് എൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ല. എനിക്ക് ചോറ് തന്നല്ലേ? എന്നാണ് നീ എവിടുത്തെയാണ്? ഏത് വീട്ടിലെയാ? 4 കോഴിയും 2 പട്ടിയും, ഇത് നീയും കൂടെ ആയിക്കോട്ടെ. ഇവിടെ ഉണ്ട് കേട്ടോ, ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. ഞാടാവേ ശാമ്പവിക്ക് അത്ര സുഖമായിരിക്കില്ല. അവൾ നടക്കുന്ന വഴിയിൽ അത് കണ്ടാലും മിക്കവാറും അവൾ അവളുടെ തൊഴിച്ചോ ചവിട്ടിയോട് പോകും. അവൾ ശ്രദ്ധിക്കാറില്ല. നാരായണിയേ, ഗൗരി ഉണ്ടായിരുന്നോ? എങ്ങോട്ട് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടെന്ന്. അവൾ അല്ല, സ്കൂൾ ബസ് നേരത്തെ തന്നെ പറയുന്നുണ്ട് വരാനായിട്ട്. ഈ താഴെ കൂടെ വരുന്നുണ്ടല്ലോ, തൊട്ട് താഴെ നിന്ന് വരാം, അല്ലെ പിന്നെ ഈ കയറ്റം കയറി വരണം. പിന്നെ അവൾ പോയിട്ടുണ്ട്, കൊച്ചു പോയിട്ടുണ്ടെന്ന്. 5:15. ആണോ? 4:45 വരെ ഉണ്ടായിരുന്നെന്ന് അവർക്ക്. അല്ല, എനിക്കും തോന്നുന്നുണ്ട് പരിപാടി കണ്ടെടുത്താണോടി. ആയിരിക്കും. തീർന്നു കഴിഞ്ഞ് വിടത്തുള്ളൂ. അവർ കിടക്കുന്ന നല്ല കാര്യം, ഇടയ്ക്കൊന്നും ഇറങ്ങണ്ടല്ലോ. റൈസ് ഉണ്ടാക്കിയിരുന്നു. അപ്പം എന്താ നാരായണിയുടെ കൂട്ടുകാരുടെ അമ്മ വിളിച്ചേ, അവൾ വന്നില്ല ഇതുവരെ. നാരായണി ഒരുമിച്ചാണോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ വർത്താനം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പം നാരായണി കയറി വന്നു. ഇപ്പം ഞങ്ങളുടെ സംസാരം തീരാറായപ്പോഴേക്കും ആ കുട്ടി അവിടെ ചെയ്തിട്ടുണ്ട്. പിള്ളേർ താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്ക് വളരെയധികം ടെൻഷനാണ്. എനിക്ക് പിന്നെ ഇവിടെ സ്കൂൾ ബസ്സിന് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇന്ന് സ്കൂൾ ബസ്സിനെല്ലാം തോന്നുന്നു ഇവിടെ പ്രോഗ്രാം താമസിച്ചായിരുന്നു എന്ന് പറഞ്ഞ് ഒരുമിച്ചാണ് വന്നേക്കുന്നത്.
ചേട്ടാ പോലെ ഒന്നുമില്ല. ഇത് ക്യാമറ കേട്ടോ. ഇനിയിപ്പോൾ നിനക്ക് എപ്പോഴും മനസ്സിലാക്കുകയാണെങ്കിൽ നീ പേടിക്കരുത്. ഇതാണ് അവന്മാർക്കറിയാം. സിംബായിക്കും റോക്കിക്കും അറിയാം. പിന്നെ ശങ്കരനും പാക്കരനും ഒക്കെ അവർക്കും അറിയാം. നിനക്ക് അറിയില്ല. ഇത് കൂടെ നോക്കിക്കേ. ഇത് തല്ലാനൊന്നുമില്ല. ഇങ്ങോട്ട് നോക്കടാ. ഇത് ക്യാമറയാണേ. നീ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നിന്നെ പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പം നീ പറഞ്ഞ അല്ലാനാ കൊല്ലാനാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയെന്ന ബട്ട. ഓ ക്ലീനിങ്ങാ. ഡബേ ഡബട്ട കിടന്നാണോ അടിയാണോ? ആ ഏയ് പിട്ട. ഇതാണ് ക്യാമറ. പേടിയില്ല നിനക്ക്? ഇല്ല. എന്താ പൊന്നോ. കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് മീൻകറി വിടങ്ങാണ്ട് അപ്പം ചോറ് കൊടുത്തെന്ന് തോന്നുന്നു. അത് പിന്നെ ഇവിടുന്ന് പോകുന്നില്ല എന്ന് മാത്രമല്ല എന്നെ ഇടവും പോലും വിടത്തില്ല. ഇപ്പം ഞാൻ വാലിൻ്റെ കയറി ചവിട്ടി. അങ്ങോട്ട് പോകുമ്പോഴും എൻ്റെ പുറകെ, ഇങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ പുറകെ. അത് പുറകെന്നല്ല, എന്നെ ചേർന്ന് നിൽക്കത്തുള്ളൂ. അവിടെ ഇരിക്കുമ്പോഴും എന്നെ ചേർന്ന് നിൽക്കത്തുള്ളൂ. അവിടെ ഒരു രക്ഷയില്ല, പോകത്തില്ല. ഇപ്പം തന്നെ കണ്ടോണോ ഞാനിപ്പോൾ അങ്ങോട്ട് വാല ചവിട്ടിയപ്പോൾ പോയിരുന്നാ. ാരം കൊഞ്ചി പഴം ഇവിടെ പോന്നു ചിലപ്പോ ഒത്താരൊത്ത്. വീട്ടിലോട്ട് പോയോ? ആ ശരി. എന്നാ പോയിട്ട് വന്നാൽ മതി. ഞാൻ വന്ന് ഞങ്ങളെ കാഞ്ഞിരപ്പള്ളിക്ക് സാധനം എടുക്കാൻ പോയായിരുന്നേ. താമസിച്ചു പോയി വന്നപ്പോഴത്തേനും. കേറിക്കോ. അല്ലല്ല ഇവിടെ വന്നായിരുന്നു. കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിട്ടില്ല. ഇപ്പഴാ കഴിക്കുന്നത്. എന്നാ ഇതവളുടെ വൈകല്ലേ? എന്നെ വിളിച്ചപ്പോ അവള് വർത്താനം പറഞ്ഞിരിക്കൂലേ, ബോധിയറിയില്ല. പോവാം. എന്നാ വാ. വീണോ? എവിടെ? അങ്ങനെയാണോ? വാ. ഇതുണ്ടോ കുഞ്ഞു കണ്ടോ? കയറി അതിനകത്ത് കയറിപ്പോയി ഒരാള്. ഇവിടെ പോവാടി നീ. വാ. എനിക്കെന്നാ ചെവി ഇപ്പൊ വണ്ടിയായിട്ട് വരാന്ന് പറഞ്ഞേ. ബൈക്കിന് പോണ നീ വാ. ഇവള് സ്പെഷ്യൽ സ്കൂളാ, പൊൻകുന്ത. ചേട്ടാ രാവിലെ വർക്കിനായിട്ട് പോയതാണ്. കൊച്ചിനെ വിളിച്ചുകൊണ്ട് കയറി വന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു പോകും. ഇതുവരെ വന്നിട്ടില്ലേ.
സ്കൂൾ ബസ്സിലെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇത് താഴെ കിടപ്പുണ്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ല എന്ന്. എവിടെ പോയി കിടക്കുക? കൊച്ചിൻ്റെ സ്വഭാവം അറിയാം ചേട്ടായിക്ക്. താമസിച്ചുണ്ടെങ്കിൽ അവിടെ കിടന്നിട്ട് വെള്ളം വെക്കും. എവിടെ പോയി കിടക്കുകയാണ് ആലോചിക്കുന്നത്. കൊച്ചിനെയൊക്കെ വിളിച്ചിട്ട് വേണ്ടേ അടുത്ത പരിപാടിക്ക് പോകാൻ. മറന്നുപോയതായി കാണും. ഞാൻ സാറിന് എന്നും ഓർപ്പിക്കുന്നതാണ് വിളിച്ച്. കുഞ്ഞ് വരാറായി പോകുന്നില്ലേന്ന്. അപ്പോൾ പുള്ളി പറയാൻ എനിക്കറിയാം ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെയും ഇന്ന് വിളിച്ച് വെറുതെ ഇതാക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ വിളിക്കാതിരുന്നത്. അറിയാമല്ലോ പുള്ളിക്ക്. അപ്പോൾ വേണ്ടേ ഇതുവരെ വന്നിട്ടില്ല. എന്നാടാ എന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ പുതിയൊരു അതിഥി കൊണ്ടടാ, ഒരു പൂച്ച. മനസ്സിലായോ? സ്നേഹമുള്ള തന്നെ പോലെ തന്നെ. എന്നാ തിന്നുന്നേ? കരിങ്കല്ലോ എല്ലോ. കൊച്ചു വന്നോല്ലോ. എന്താണ് ആരെയാണെങ്കിൽ കുഴപ്പമില്ല, അവൾ എങ്ങനെയൊക്കെ വരും. വിളിച്ചോണ്ട് വരേണ്ട ആവശ്യം വരുന്നില്ല. ഇതതുപോലാണോ? ബൈക്കിനാണ് പോകുന്നത്. വരുന്നതുണ്ടോ ബൈക്ക്? എൻ്റെ ബാഗ് അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. മറ്റേ സാധനം എത്തി. എന്താ അങ്ങോട്ട് പോയിട്ട് വരാൻ വേണമെങ്കിൽ എടുത്തോണ്ട് വന്നാ. അല്ലെ ഞാൻ ഇനി ഇറങ്ങി വരേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ അത് എടുത്തേച്ച് പോവാം. എന്നാൽ അങ്ങോട്ട് ഞാനിവിടെ കയറിയേക്കാം. ഇല്ല പിന്നെ നമ്മൾ പാലൊന്നും മേടിക്കണ്ട. പാല് മേടിച്ചല്ലേ? പാല് മേടിച്ചെന്നേ. ഇതാരാണ് അവര് മേടിച്ചത്? അത് കുഴപ്പമില്ല. മറ്റേ സ്ട്രിപ്പ് ഞാൻ പിന്നെ കൊടുക്കോളാം. അത് നമുക്ക് എടുത്തിട്ട് ബാക്കി കൊണ്ടാൽ മതി. അത് കുഴപ്പമില്ല. നീ എവിടെ ഇരുന്നോളെ? ഇതിനകത്ത് ഇത് തുറക്കണമല്ലോ. ആ ഇരിക്കണം. ഇങ്ങോട്ടാണോ? ബാഗ് അത് പിന്നെ എടുക്കാം. ഇത് പൊക്കത്തില്ല ബാഗ്. അടഞ്ഞില്ല. ഇത് അടഞ്ഞോ? ഓക്കെ. എവിടെ പോവാ? വീട്ടില്. അവള് പറഞ്ഞു. കുമാറാ നിന്നെ വിളിച്ചോണ്ട് പോയാ? മനസ്സിലായോ? അപ്പൊ നിന്നെ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറക്കിയില്ലേ? അത് കുമാറാ. അതാണ് കുമാർ. നമ്മൾ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് അവളെ വിളിച്ച് പറഞ്ഞാൽ ജയമൊന്നും വിളിച്ചോണ്ടേനെ. നമുക്ക് ഒരു ഐഡിയ കിട്ടിയില്ല. വരുന്നുണ്ടെന്ന് തോന്നുന്നു. വരുന്നുണ്ട്. അപ്പൊ ചേച്ചി എന്താ ഉണ്ടാക്കിയേ? ചേച്ചിയോ? ചേച്ചിയല്ല, ജയമുണ്ട്. ജയമ എന്താ ഉണ്ടാക്കിയേ? എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ രാവിലെ ഇറങ്ങി ആടി വീട്ടിൽ നിന്ന്. എന്നാ വേണ്ട? എപ്പോ എന്നാ വേണ്ടെന്ന്? ആര് വരുമ്പോ? പോട്ട് വരുമ്പോഴോ? നിനക്ക് എന്നാ ഇഷ്ടമുള്ളതെന്ന്? ബദാമോ?
ബദാമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാ ഞാൻ ബദാമത്തെ പോവാം. തന്നെ എവിടെ പോയി കിടന്നു രണ്ടും കൂടെ? ചേട്ടാ മറന്നുപോയ മറന്നുപോയെന്ന് എനിക്കറിയാം. എന്ന് വിളിച്ചാലോ ഓർപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന എപ്പോഴാണ്? ഉച്ചക്കത്തെ ഇപ്പൊ കഴിക്കുന്നത് അല്ലെന്ന് ഞാൻ വിളിച്ച് ഓർപ്പിക്കുമ്പോ ചേട്ടാക്ക് കുറച്ചിലാവും. അയ്യോ അറിയത്തില്ലെന്ന് ചോദിക്കും. അല്ലെന്നേ ഞങ്ങള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും. ഉച്ചക്കത്തെ കഴിച്ചില്ല. ആ ചെറുക്കനെ ഒന്നാമത് ആ പുള്ളിക്ക് തിരിച്ചു പോകണ്ട. പുള്ളിക്ക് ഒന്നാ എന്നാ അറിയോ, കുമാർ വിളിച്ച് കുമാർ ഇറക്കിയവളെ എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ ഏത് കുമാറ്? അവളിറക്കിയോ? എന്നെ വിളിച്ച് ചോദിച്ചിട്ടാ. ആണോ? ഞാൻ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അതല്ല അവൾ അടങ്ങിയിരിക്കുവോ? ആണോ? അല്ല ഇവള് കുമാറിനെ പിടിച്ച് കുമാറിനെ അല്ല ഇത് വേറെ സാധനമല്ലേ? അന്ന് കണ്ടല്ലേ വണ്ടിക്കെല്ലാം ഓടുന്നത്. പൊക്കോ അടച്ചിട്ട് പോ. ആണോ ചേട്ടാ വരുന്നില്ലേ? അല്ല ചേട്ടാ പോന്നില്ലേ? ആണോ? 10,000 രൂപയുടെയോ? സാധനം മേടിച്ചെല്ലാം കൂടെ അത്ര കഴിച്ചില്ല. ഭക്ഷണം കഴിച്ചില്ല. ചേട്ടാണോ മറ്റേ ലിസ്റ്റ് തയ്യാറാക്കിയേ? മറ്റേ സാധനം എടുത്തില്ലേ? രാവണനകത്ത് മറ്റേ ഇവനില്ലേ അവനെ ഷാറുഖ് ഖാൻ മറ്റേ നെഞ്ചത്തൊരു സാമാനം വെച്ചേക്കുന്നുണ്ടല്ലേ. പുള്ളിയുടെ ശക്തി മൊത്തം അതിനകത്തായിരിക്കുന്നത്. നിനക്ക് എനിക്കാണെങ്കിൽ അമല് കുഴപ്പമില്ല. മറ്റേ പുള്ളിക്ക് അങ്ങ് പോണ്ട. ആ പുള്ളിക്ക് വീട്ടിൽ പോ. തിരിച്ച് അങ്ങ് പൊൻകുന്നങ്ങ് പോണ്ട. പിന്നെയും അതാ പുള്ളിക്ക് കലിപ്പ്. അത് ചേട്ടായിക്ക് നമ്പർ എടുത്തില്ല അമലിന്റെ ഒന്നും. അയ്യോ എന്തോ ആണോ? മതിയായിരുന്നു. അല്ല എന്നോട് പറഞ്ഞ ഞാൻ പോയി എനിക്ക് കൊച്ചിനെ വിളിക്കത്തില്ലേ? അത് നിങ്ങളെവിടെ പോയെ? ആണോ? അന്ന് കാലപ്പള്ളിന്ന് മതിയായിരുന്നല്ലോ. അല്ലല്ല ഇവര് മുക്കാലി വഴി അങ്ങനെ അങ്ങോട്ടൊക്കെയല്ലേ വരുന്നത്. ആ അത് കുഴപ്പമില്ല. അവരെ കണ്ടില്ലല്ലോ അല്ലേ? നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ലോ. ആണോ? എന്താ പൊന്നെ സാധനങ്ങളെല്ലാം കൂടുതലുണ്ടോ? സാധനങ്ങളെല്ലാം കുറവുണ്ടോ? കാഞ്ഞിരപ്പള്ളി പോയേക്കുമായിരുന്നു ലൈറ്റൊക്കെ എടുക്കാനായിട്ടൊന്ന്. ആ സത്യത്തിൽ മറന്നുപോയത് തന്നെയാണ്. അങ്ങനെ മറക്കാവോ? കൊച്ചെന്തേ? എൻ്റെ പൊന്നെന്തേ? യൂണിഫോം ഊരി കൊടുക്കുവാണോ അതോ തന്നെ വലിച്ചു ഊരിയോ? നോക്കാം. മഴ ഇന്ന് പകലൊന്നും മഴയുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വെയിലൊക്കെ ആയിരുന്നു. നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷെ മഴ ഉണ്ടെന്നും പറഞ്ഞ് മോശം കാലാവസ്ഥയെന്നല്ല. ഇപ്പോൾ പെയ്തപ്പോൾ ഒരു സുഖം. നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു പകല്. പക്ഷെ മഴ പെയ്തപ്പോൾ ഒരു സുഖമുണ്ട്. മഴയാണെങ്കിൽ നല്ല വലുവേദന. ശാമ്പൂക്ക് പിന്നെ കറക്ക് കമ്പനിയായത്. കറക്ക് കമ്പനി ചേട്ടാ. പിന്നെ അവിടെ നാരായണയാണെങ്കിലും ശാമ്പവി ആണെങ്കിലും ചെരുപ്പ് കൊണ്ടുവന്ന് വെളി കൊണ്ടുവന്ന് വിടും. മഴ മൊത്തം നനയും. നാരായണിക്ക് നാരായണ എടുത്ത് വെക്കണ്ടേ? ശാമ്പവി നിനക്ക് നിന്റെ ചെരുപ്പ് എടുത്ത് വെച്ചാൽ എന്നായിരുന്നടി പക്ഷേ? ചെരുപ്പെടുത്ത് വരുമ്പോഴേ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ ഫ്രിഡ്ജ് കുട്ടിക്കകത്ത്? ഇല്ലേ? ഉണ്ട്. പിന്നെ എന്നാ ചെയ്യാത്തേ? ഒക്കെ ചെയ്ത് പഠിച്ചേ.
സാധനം എടുക്കാൻ പോയപ്പോൾ 2 ലൈറ്റ് അങ്ങ് മേടിച്ചെന്ന് വെച്ചാൽ ചെറിയ വില കുറച്ച് കിട്ടി. ചെറിയ ചളക്കവും ചതവും ഒക്കെ ഉള്ള അമ്മമാർ 100 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കൂട്ടി 2 അങ്ങ് മേടിച്ചു. നമ്മളെല്ലാം കുറയ്ക്കാനല്ലേ. എങ്ങനെയുണ്ട്? കൊള്ളാം മോടാ തമ്മയുടെ പൊന്നെ. ഇതെന്നാടാ ലൈറ്റോ? ഇഷ്ടപ്പെട്ടോ? ഓ കൊള്ളാവോ? അപ്പ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് വാങ്ങാൻ ഇവിടെ